അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 6-ാം തിരുവചനം. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. എന്നെയും നിങ്ങളെ അറിയുന്ന നമ്മൾ നാളെ എന്തായിരിക്കും, എങ്ങനെയായിത്തീരും, നമ്മുടെ ഭാവി എന്താകുമെന്ന് ഏറ്റവും വ്യക്തവും കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മുടെ തമ്പുരാന് മാത്രം. നമ്മളെ ഇന്നലകളുടെ ജീവിതം കണ്ടിട്ടല്ല, മറിച്ച് നമ്മൾ നാളെ എന്തായിരിക്കുമെന്നറിയുന്ന ദൈവം. നാം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ അവസ്ഥയിലല്ല, മറിച്ച് നാം ആയിരിക്കേണ്ട അവസ്ഥയെ ആയിരിക്കേണ്ട സ്ഥലത്ത്. അതുകൊണ്ട് ദൈവഹിതത്തിന് നമ്മളെ മാറ്റാൻ നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു പുതിയ സ്ഥലത്ത്, തമ്പുരാൻ പറയുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നമ്മളെ മാറ്റാൻ നാം തയ്യാറാകുമ്പോൾ നമ്മളിലൂടെ സ്വർഗം ഒരുക്കിയിരിക്കുന്ന വലിയ പദ്ധതികൾ ഇത് നടപ്പാകുമെന്നുള്ള. സാബൂളിന് സംഭവിച്ചതുപോലെ പക്ഷേ ഒരു മന്ദതയും ഒരന്ധതയുമൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവം ഇതൊക്കെ അനുവദിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ പദ്ധതി സൗളിനെ പൗലോസാക്കിയതുപോലെ നമ്മളെയും പുതു സൃഷ്ടികളാക്കാനാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വരേണ്ടിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന ഒരു സേഫ് സോണിൽ നിന്നല്ല, നമ്മുടെ ഒരു റേഞ്ചിനൊക്കെ വെളിയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന ആ വലയത്തിൻ്റെയൊക്കെ വെളിയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, നമ്മളിലൂടെ ദൈവിക പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണാത്ത ചില മേഖലകളിലൂടെയാണ്. നമ്മുടെ റേഞ്ചൊക്കെ വിട്ടിട്ട് അതിൻ്റെയൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. സാവൂളിനെ പൗലോസാക്കിയതുപോലെ എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ, അങ്ങയുടെ ഹിത എന്നിൽ നടക്കുവാൻ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളായി തീരേണ്ട അവസ്ഥയിലേക്ക് മാറുന്നതിന് എന്നിൽ തടസ്സമായിട്ടുള്ള പാപങ്ങളും കഴക്കദോഷങ്ങളും അശുദ്ധികളും കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് ദൈവം നിൻ്റെ വലിയ കൃപയാലും നിൻ്റെ വലിയ സ്നേഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.